ഈ വീഡിയോ ലോഡ് എസ്റ്റിമേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ പറ്റി പറയാൻ വേണ്ടി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ബേസിക്കലി പുറത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൽ എസ്പെഷ്യലി സൗദി അറേബ്യയിലേക്കൊക്കെ ഇപ്പോൾ നിറയെ ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുമ്പോഴുള്ള സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു രീതിക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും പല കമ്പനി കയറുമ്പോഴത്തേക്കും അവിടുത്തെ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എസ്റ്റിമേറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ലോഡ് എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോജക്റ്റ് പോയി മീറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു ഐഡിയ നമ്മൾ തന്നെ കൺസെപ്റ്റലൈസ് ചെയ്ത് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഹാൻഡി ആയിട്ട് വരുന്ന ചില കൺസെപ്റ്റുകളാണ് വരുന്നത്. ഇത് ഞാൻ വേറെ പല വീഡിയോസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എസ്പെഷ്യലി നമ്മുടെ പുറത്ത് വർക്ക് ചെയ്യാൻ പോകുന്നവർക്കായിട്ട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര ലോഡ് വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അവിടുത്തെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ, പാനൽസ് അതിൻ്റെയൊക്കെ ഡിസൈനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ ഒരു ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ലോഡ് വരും എന്നുള്ള ഒരു അസംഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഏരിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്ലോട്ട് ഏരിയ, ഫുട് പ്രിൻ്റ് ഏരിയ, ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പ്ലോട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഫുൾ പ്രോജക്റ്റിൻ്റെ ഒരു പ്രോജക്റ്റിലെ ലാൻഡും അതിൻ്റെ അകത്ത് വരുന്ന ബിൽഡിംഗ് ഇല്ലാത്ത ഭാഗങ്ങളും മറ്റേ ഗ്യാരേജസ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഗാർഡനൊക്കെ ഉൾപ്പെടെയുള്ളതിനാണ് നമ്മൾ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞത്. ഫുട് പ്രിൻ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ദ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ പ്ലസ് ഏരിയ ഓഫ് ദ ഫ്ലോർസ്, അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദ ഫ്ലോർസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എത്ര ലോഡ് ഉണ്ടെന്ന് അപ്രോക്സിമേഷൻസ് പലത് ചെയ്യാൻ ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ട് ഏരിയ, ആ ഒരു പ്ലോട്ടിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. അപ്പോൾ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഫുട് പ്രിൻ്റ് ഏരിയ, ബിൽഡപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ ബിയും സിയും എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇനിയും ഫ്ലോറുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴാണ് ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെത്തേഡിനെ VA/m², മെത്തേഡെന്ന് വേണമെങ്കിൽ ചെയ്യാം. ഇത് പല രീതിക്കും നമ്മൾ വേറെ കൺസെപ്റ്റുകളിൽ വരുന്നുണ്ട്. അത് പെർ ഫീറ്റ് സ്ക്വയറിൽ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിൽ ഇത്ര എന്നുള്ള രീതിയിലും വരാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന സൗദി പോലത്തെ ഒരു സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ VA/m², VA എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര KVA/m² അല്ലെങ്കിൽ ഇത്ര VA/m² എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയാണ്. അതായത് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഓരോ ബിൽഡിങ്ങിലും നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുന്നു. അതിൻ്റെ ബിൽഡപ്പ് ഏരിയ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഓരോ മീറ്റർ സ്ക്വയറിലും ഇത്ര KVA യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ 100 മീറ്റർ സ്ക്വയറിലും ഇത്ര KVA ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ ബിൽഡിങ്ങിൽ എത്ര ലോഡ് ടോട്ടൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ലക്ഷറി ഹൗസിങ്ങോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോ 100 മീറ്റർ സ്ക്വയറിൽ 6 KVA എന്നാണ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ ചുറ്റളവ് 100 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അവിടെ 6 KVA ഉപയോഗം വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ലക്ഷറി ടൈപ്പ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്. സാധാരണ ലക്ഷറി അല്ലാത്ത നോർമൽ അഫോർഡബിൾ ഹൗസിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് 4 KVA ആയിട്ട് ചുരുങ്ങുന്നതും കാണാം. കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിലൊക്കെ 10 KVA/100 മീറ്റർ സ്ക്വയർ. ഇപ്പോൾ 100 മീറ്റർ സ്ക്വയറോ അത് കൂടുതലുള്ള വരുമ്പോൾ സപ്പോസ് 200 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ 20 KVA അടുത്ത് വരും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആയിട്ടുള്ള 0.8 കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്താലാണ് നമ്മൾ എത്ര കിലോ വാട്ടാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. കിലോ വാട്ടിന് പിന്നെ പവർ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് നമ്മളൊരു മീറ്റിങ്ങിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പ്ലാൻ കിട്ടി. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് അവിടെ ഏകദേശം എത്ര കിലോ വാട്ട് വരെ വരും അല്ലെങ്കിൽ എത്ര KVA ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സൗദിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നവർക്ക് കുറച്ച് ഉപകാരപ്പെടുന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു PDF കിട്ടിയപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് കോഡ്സ് ഉണ്ട് ബിൽഡിങ്ങിനുണ്ട്. C1, C2, C3 ഇങ്ങനെ C17 എന്ന് പറഞ്ഞ കുറേ കോഡുകൾ ഇവിടെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നോർമൽ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഉണ്ട്, നോർമൽ കൊമേഴ്ഷ്യൽ ഷോപ്സ് ഉണ്ട്, ഫർണിഷ്ഡ് ഫ്ലാറ്റ് ഉണ്ട്, ഹോട്ടലുണ്ട്, മോൾസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ഓഫീസ്, സ്കൂൾസ്, മോസ്ക്, മെസാനിൻ ഹോട്ടലുണ്ട്,
കോമൺ ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് സർവീസ് ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻഡോർ പാർക്കിംഗ്, ഔട്ട്ഡോർ പാർക്കിംഗ്, സ്ട്രീറ്റ് ലൈറ്റിംഗ് ഉണ്ട്, പാർക്ക് ആൻഡ് ഗാർഡൻ ഉണ്ട്, ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് VA പെർ മീറ്റർ സ്ക്വയർ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നോർമലി നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ പാകത്തിനുണ്ട്. അതായത് നമുക്ക് ഉദാഹരണത്തിന് ഈ C1 പെടുന്ന നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കിട്ടുകയാണ്, അത് 100 മീറ്റർ സ്ക്വയർ ഏരിയ ആണ് എങ്കിൽ അവിടെ ഓരോ മീറ്റർ സ്ക്വയറിലും 145 VA ഉണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഓരോ 100 മീറ്റർ സ്ക്വയറിലും ഇത്ര KVA എന്നായിരുന്നു. അതിന് പകരം നമുക്ക് ടോട്ടൽ ഏരിയ ഇപ്പോൾ 1000 മീറ്റർ സ്ക്വയറിനാണെങ്കിൽ 1000 ഇൻറ്റു ഈ 145 ചെയ്താൽ മതി. അവിടുത്തെ എത്ര VA ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. VA ആണ്, പിന്നെ അത് KVA ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആ VA ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതിൽ നമ്മൾ ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പവർ സോക്കറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എയർ കണ്ടീഷനിങ് എല്ലാം ഇൻക്ലൂഡാണ്. എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൻ്റെയും ലൈറ്റിൻ്റെയും പവറിൻ്റെ എല്ലാത്തിൻ്റെയും ലോഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു VA ആണ്, സ്റ്റാൻഡേർഡ് VA ആണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അവിടുത്തെ ടോട്ടൽ ലോഡ് ഇത്ര ഏകദേശം വരുന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ കോമൺ ഏരിയയിലൊക്കെ ചിലപ്പോൾ AC ഉണ്ടായിരുന്നിരിക്കണില്ല, ചിലപ്പോൾ സർവീസസിൻ്റെ പാർട്ടിലൊക്കെ. അപ്പോൾ ലൈറ്റും പവർ സോക്കറ്റൊക്കെയാണ് അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇൻഡോർ പാർക്കിങ്ങിൽ വാൻസ് ഗേറ്റ്സ് അങ്ങനെ സേഫ്റ്റി സിസ്റ്റം എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് VA 30 VA ആണ്. പിന്നെ ഔട്ട്ഡോർ പാർക്കിങ്ങിൽ സ്ട്രീറ്റ് ലൈറ്റിങ്ങിനൊക്കെ വേറെ ACയോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ 5 VA ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പാർക്കിലൊക്കെ ചിലപ്പോൾ വാട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, അപ്പോൾ അതെല്ലാം ഉൾപ്പെടെ 4 VA എടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്പേസസിൽ ലൈറ്റ് മാത്രം കൺസിഡർ ചെയ്തു, അപ്പോൾ 3 VA എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേഷന് വേണ്ടിയുള്ളതാണ് ഇതെപ്പോഴും. അപ്പോൾ ഞാൻ നമ്മുടെ പല ഫ്രണ്ട്സ് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന പല ഫ്രണ്ട്സിനോടും MEPയിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ചില കമ്പനികളിലവർ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ തമ്പ് റൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ പെട്ടെന്ന് അവിടുത്തെ ഒരു ബാക്കിയുള്ള സിംഗിൾ ലൈൻ ഡയഗ്രാം കാൽക്കുലേഷൻസിലേക്ക് പോകുന്നത്. ഒരു റിയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ലോഡ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിസൈനൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് അതിൻ്റെ HVAC സൈഡും ഓരോന്നും ക്ലിയർ ചെയ്ത് വേണം ഒരു വലിയൊരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ. പക്ഷേ ഒരു മീഡിയം പ്രോജക്റ്റുകളൊക്കെ ഈ ഏകദേശം ഒരേ ടൈപ്പുകളാണ്, എന്നാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഇവർ ഈ ഒരു കൺസെപ്റ്റിൽ അങ്ങ് പോകും. ഫൈനലി അത് നോക്കുമ്പോഴത്തേക്കും സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മുടെ ബാക്കി ലേഔട്ടും ഇതൊക്കെ ഏതാണ്ടൊക്കെ മാച്ചാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഞാനീ പറഞ്ഞതിലെല്ലാം നമ്മൾ HVAC സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു VA ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് അവിടുത്തെ കേസിൽ ചിൽഡ് വാട്ടർ സിസ്റ്റം അങ്ങനെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റമൊക്കെ ഉണ്ടാവും. അണ്ടർഗ്രൗണ്ട് പൈപ്പ് വഴിയൊക്കെ നമ്മൾ ചിൽഡ് വാട്ടറൊക്കെ എത്തിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെറുതെ HVACയുടെ എക്യുപ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമുക്ക് അതിൻ്റെ വേറെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതിൻ്റെ VA കുറഞ്ഞേക്കണതാണ്. ആ സെയിം ഈ ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക, ഏതാണ്ട് സെയിം സാധനങ്ങൾ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. C17 ശേഷം ഇനിയും ഓപ്പൺ സ്പേസിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചറിയാം HVACയുടെ സംഭവങ്ങളില്ല. ലൈറ്റ് പ്ലസ് പവർ സോക്കറ്റിനെ പറ്റിയാണ് അവിടെ ബോദർ ചെയ്തേക്കുന്നത്. ലൈറ്റും പവർ സോക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതിൽ വന്നേക്കുന്നത്. അപ്പോൾ അവിടുത്തെ VA 60, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച C1 എന്ന് പറഞ്ഞാൽ ഇതിൽ 65 145 ഒക്കെ ആയിരുന്നു, ഇതിലിപ്പോൾ 65 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം HVACയുടെ പാർട്ട് നമ്മളിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വേറെയും കുറച്ച് ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം സംഭവം തന്നെ, അതിൻ്റെ VA മാത്രം വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഫർണിഷ്ഡ് ഫ്ലാറ്റ്, ഹോട്ടൽ, മോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ഡിഫറെൻറ്റ് കോഡിലുള്ളത്. പിന്നെ നമുക്ക് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ ട്രാൻസ്ഫോമറൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡൈവേഴ്സിറ്റി ഫാക്ടറും കൺസിഡർ ചെയ്യണം. കാരണം നമുക്ക് ഇപ്പോൾ ടോട്ടൽ KVA എത്ര കിട്ടി എന്നാൽ അത്ര അറ്റ് എ ടൈം യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഡൈവേഴ്സിറ്റി ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ പോലെ ഇപ്പോൾ നമ്മൾ നമുക്ക് 100 KVA എന്ന് കിട്ടിയാലും നമുക്ക് അതിൻ്റെ ഒരു 60% ഒക്കെ ആവശ്യം വരുള്ളൂ. അതായത് 0.6 വെച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. യഥാർത്ഥ കാൽക്കുലേഷൻ ഞാൻ വേറെ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിന് വേണ്ടി കാൽക്കുലേഷൻ പർപ്പസിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡൈവേഴ്സിറ്റി ഫാക്ടറാണ്, ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ഫാക്ടർ നിങ്ങൾക്ക് നോക്കാം ഓരോന്നിൻ്റെ. ഇതേ മെത്തേഡുകൾ നമുക്ക് വേറെ പല സ്റ്റാൻഡേർഡ്സിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IEEEയുടെ മെത്തേഡ് പ്രകാരം നമ്മളിപ്പോൾ ലൈറ്റിംഗ് ലോഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ടേബിൾ 4 എന്ന IEEEയുടെ ഒരു ടേബിളാണ്.
അപ്പോൾ വാട്ട്സ് പെർ ഫീറ്റ് സ്ക്വയർ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ VA അല്ലെങ്കിൽ KV ആണ് പറഞ്ഞെങ്കിൽ ഇതിൽ വാട്ട്സിലാണ് പറയുന്നത്. അപ്പോൾ 2000 ഫീറ്റ് സ്ക്വയർ വരെയുള്ള ഒരു ബിൽഡിങ്, അത് സപ്പോസ് കഫറ്റീരിയ പോലത്തെ ഇതൊക്കെ ആണെങ്കിൽ ഓരോ സ്ക്വയർ ഫീറ്റിലും 1.5 വാട്ട്സ് എന്നുള്ള രീതിയിലാണ് കൂട്ടേണ്ടത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടെങ്കിൽ 2000 ഇൻറ്റു 1.5, 1000 സ്ക്വയർ ഫീറ്റ് ആണ് 1000 ഇൻറ്റു 1.5, അത്രയും വാട്ട്സ് കിട്ടും നമുക്ക്. അപ്പോൾ അതിനും കൂടുതൽ വരുവാണെങ്കിൽ 1.38 കൺസിഡർ ചെയ്യണം. നമ്മൾ ഫീറ്റ് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു വാട്ട്സ് പെർ ഫീറ്റ് സ്ക്വയർ ഇത്തിരി കുറച്ചേ വരുന്നത്. കാരണം വലിയ ബിൽഡിംഗ് ആകും തോറും ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഒന്നും വേണ്ടി വരില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പല ട്രയൽ ആൻഡ് എറേഴ്സും പല കേസ് സ്റ്റഡി വെച്ചൊക്കെ ആയിരിക്കണം ഈ വാല്യൂസിൽ അറൈവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈറ്റിംഗ് ലോഡ് എത്ര വേണം, എത്ര വേണ്ടി വരുന്നൊക്കെ ഒരു പെട്ടെന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി എന്താണെന്നും അത് എത്ര സ്ക്വയർ ഫീറ്റിനുള്ളിൽ പെടുന്നു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പണിയാൻ പോകുന്നൊരു ബിൽഡിങ്, നമ്മൾ കൊമേഴ്ഷ്യൽ സ്പേസൊക്കെ എസ്പെഷ്യലി അത് എന്തായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് പണിയുന്ന ടൈമിൽ ധാരണയില്ല. നമുക്കവിടെ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും, നമുക്കവിടെ ബാക്കിയുള്ള പാനൽസും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ആ ടൈമിലെല്ലാം ഈ ഒരു ലോഡ് ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. സപ്പോസ് അവിടെ ഒരു കഫറ്റീരിയ വേണേന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടിയ പണിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ സ്ക്വയർ ഫീറ്റും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു വാല്യൂസൊക്കെ വെച്ച് നമുക്ക് അവിടെ എത്ര ലൈറ്റ് ലോഡ് വരും എന്നൊക്കെ കൂട്ടാൻ പറ്റും. നേരെ വെച്ച് നമ്മളത് കഫറ്റീരിയക്കല്ല, നമ്മളത് ഒരു ഓഫീസിന് വേണ്ടിയാണ് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ആയിരിക്കും നമ്മൾ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഗ്യാരേജിന് വേണ്ടിയാണെങ്കിൽ അതനുസരിച്ച്, ഇപ്പോൾ ഗ്യാരേജിനൊക്കെ ലൈറ്റിംഗ് കമ്പാരിറ്റീവ്ലി കുറവ് വരണം, കണ്ടില്ല 0.3 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. സ്കൂളിലാണെങ്കിൽ വേറെ രീതിയിലും. അപ്പോൾ എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ സ്പേസുകളിലൊക്കെ ഇത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വാട്ട്സ് പെർ സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, VA പെർ മീറ്റർ സ്ക്വയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഹാൻഡി ആയിട്ടുള്ള മെത്തേഡ് ഇങ്ങനത്തെ കേസുകളിൽ. ഇത് വേറെ സ്റ്റാൻഡേർഡ് IEC സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഇതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് പവർ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെയിം കാര്യമാണ്, വാട്ട് പെർ മീറ്റർ സ്ക്വയർ മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മളിപ്പോൾ ദുബായിൽ ചിലപ്പോൾ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും, അവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അല്ലെങ്കിൽ സൗദിയിലുള്ള സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഒരു സംഭവം ഓൾറെഡി കാണിച്ചു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സ്റ്റാൻഡേർഡാണോ നോക്കിയിട്ട് അതനുസരിച്ച് കറസ്പോണ്ടിങ് ടേബിൾസ് നമ്മൾ നോക്കുക. അവിടെ ഇതിൻ്റേതായ കറസ്പോണ്ടിങ് ടേബിൾസ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കി ചെയ്യുക എന്നുള്ളൊരു സംഭവമുള്ളൂ. ഇത് നാഷണൽ ഇലക്ട്രിക് കോഡ് NEC പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് കണ്ടോ. അതിൻ്റെ അകത്ത് സെയിം ഇതേ ടൈപ്പ് ഡീറ്റെയിൽസ് അത് കൊടുത്തിട്ടുണ്ട്. അതിൽ VA പെർ സ്ക്വയർ ഫീറ്റും VA പെർ മീറ്റർ സ്ക്വയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ മീറ്ററോ സ്ക്വയർ ഫീറ്റിലോ ഏത് രീതി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ കാണിച്ച ടേബിൾസ് എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചോളുന്നു.